വീരൻ. ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇനി വല്ലതും പറഞ്ഞിട്ട് പോ. ടാറ്റാ. നമ്മളടുത്ത് ടാറ്റയും പറഞ്ഞ് പോയവന്മാര് ആറ്റിൻ്റെ നടുക്ക് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കുപ്പിച്ചുകൊണ്ട് അറിയാൻ പറ്റാത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂബ് എടുത്തിരിക്കുന്നത്. ഏകദേശം അങ്ങറ്റത്തെത്താറായിട്ടുണ്ട്. അവിടെയാണ് കുപ്പിച്ചുകൊണ്ട് ഇടുന്നത്. കൂടെ പോയ നമ്മളാ ചിത്തുവണ്ണ അവശനായി അവിടെ ചാരി കിടപ്പുണ്ട്. നമ്മളെ ലാലുവണ്ണന് തൊഴയാൻ പ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. ലാലുവണ്ണ പ്ലാറ്റ് കാണീരി. ഓക്കെ ഓക്കെ. നമ്മൾ ആദ്യം കുപ്പിച്ചുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ചൂണ്ടയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ കുപ്പി ചൂണ്ട ഇട്ടിട്ടുണ്ട്. അടുത്ത് നാലാമത്തെ ചൂണ്ട ഇടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സാധാരണ കുപ്പി ചൂണ്ട ഇടുമ്പോൾ അധികം ദൂരത്തോട്ടൊന്നും പോവില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ട്യൂബിൽ ദൂരോട്ട് പോയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയത്. ഇത്തോണ്ണ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനത്തെ നാലാമത്തെ കുപ്പിച്ചുണ്ടയും അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ചൂണ്ട ഇട്ട് കഴിഞ്ഞു. അത്യാവശ്യം നല്ല കാറ്റുള്ള സ്ഥലമാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട്. ലാലുവണ്ണ അങ്ങനെ ആറാമത്തെ കുപ്പിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു പരീക്ഷണമായിരുന്നു. നമ്മളിപ്പോൾ ട്രെയിൽ നോക്കിയതേ ഉള്ളൂ, ഒരു 7 എണ്ണം ഇന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല. എന്തായാലും ഒന്ന് സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടാവുമ്പോൾ നമ്മളെത്തും. അപ്പോൾ വീഡിയോയിലേക്ക് കാണാം അടുത്ത ബാക്കി. അപ്പോൾ നമ്മൾ ട്യൂബ് കൊണ്ട് പോവുകയാണ്. പോയി നോക്കി നോക്കാം എത്ര മീനുണ്ടാകും. രാവിലെ ചൂണ്ട വലിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വലിച്ചിട്ട് വരാം. ലാലുവണ്ണൻ്റെ അനിയൻ ജിത്തുവും കൂടി നമ്മൾ രാവിലെ ഇട്ട ചൂണ്ട വലിക്കാൻ വേണ്ടി ഇറങ്ങിക്കുന്നു. ആദ്യത്തെ ചൂണ്ടയിൽ തന്നെ മീൻ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു വരാലടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ലാലുവണ്ണ മീനും കൊണ്ട് വന്നു ഗൈസ്. സൈസുള്ള മീൻ. തൊഴണ പാത്രം. വന്നാട്ടെ പോന്നോട്ടെ. അപ്പുറത്തേരെ മീന് പൊക്കണ്ടല്ലേ താത്ത വെള്ളത്തിൽ കൊണ്ടുവന്നു.
സൈസ് ഉണ്ടല്ലേ? മീൻ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുന്നു. അപ്പുറത്ത് പിടിച്ചിട്ട് ചൂണ്ടേ അങ്ങനെ അടുത്തത് വലിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യത്തെ മീനാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം സൈസ് ഉണ്ട്. ഇനി മൊത്തം എത്ര ചുണ്ട? മൊത്തം 7 ചുണ്ട ഇട്ടല്ലേ? ഓ 7. ഇനി 6 കൂടെ ഉണ്ട്. അപ്പം അതിലും കൂടെ നോക്കാം. രണ്ടാമത്തെ ചൂണ്ടയിൽ മീനൊന്നും അടിച്ചിട്ടില്ല. അതിലില്ലെന്നാണ് തോന്നുന്നത്. അവിടെ തന്നെ ഇട്ട് നോക്കി. ഇരണ്ടാ? ഓക്കെ, കൺഗ്രാലേഷൻ. പാത്രം എത്തല്ലേ ഇടയ്ക്ക്? ഇല്ലേടാ? ഉണ്ടാ? ഉണ്ടാ? വലിച്ചോ? അങ്ങനെ നമുക്ക് ഒരു മീനൂടെ കിട്ടിയിരിക്കുന്നു. നമ്മൾ അവസാനത്തെ ചൂണ്ടയാണ്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈസ് ഉണ്ട് കേട്ടോ. കിട്ടിയോ? സൈസ് ഉണ്ട്. അതിനടുത്ത് മടിയിൽ വെച്ചോ. ഇവിടെ ഇറങ്ങണ, ഇവിടെ ആഴല്ലോ. ബില്ലാളി വീരൻ സാധനം